ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഒരു കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം നമുക്ക് വേവിച്ചെടുക്കാനായിട്ടുള്ള ചേരുവകളാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചേരുവകളെല്ലാം നമുക്ക് ഈ ഇറച്ചിയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാനുള്ള കുക്കർ എടുത്തു. അതിലേക്ക് നമുക്ക് ഈ പോർക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്. ഇതെല്ലാം നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം അതുകൊണ്ട് വെള്ളമൊന്നും അധികം ഒഴിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കും. ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഒരു 5-6 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇനി പാൻ എടുക്കാം. പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇറച്ചി വെന്തയിൽ ആവശ്യത്തിന് നെയ്യുണ്ട്, അതുകൊണ്ടാണ് പിശുക്ക് കാണിക്കുന്നത് കേട്ടോ എണ്ണ ഒഴിക്കാൻ. ഓൾറെഡി പോർക്കിൽ നെയ്യുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരു 2 സവാളയല്ലേ നമ്മൾ വേവിച്ചത്. ഒരു ചെറിയൊരു സവാള മതിയാവും. വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള വേവുന്നിടം വരെ ഞാൻ ഈ വെന്ത പോർക്കൊന്ന് കാണിക്കുവാണ്. കണ്ടോ, നമ്മൾ അധികം വെള്ളമൊന്നുമില്ല, അതിലെ നെയ്യ് മാത്രമാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചി നന്നായിട്ട് വേവുന്നതല്ലേ നല്ലത്. നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്. നമ്മുടെ പൊടികളെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സവാള മൊരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇതിലേക്കുള്ള ഫ്രൈ ആക്കാനുള്ള പൊടികളിട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇവിടെ മല്ലിപ്പൊടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാത്തുള്ളൂ. എന്നാലും ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് എരിവിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള എരിവിട്ടാൽ മതി. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇട്ടിരിക്കുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ പിഞ്ച് കുരുമുളക് പൊടിയും കൂടി യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ സവാളയിലോട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വെന്തിരിക്കുന്ന പോർക്കിനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ.
ഫ്രൈ എത്രത്തോളം ഫ്രൈ ആക്കാൻ പറ്റും അത്രത്തോളം ഫ്രൈ ആക്കാം. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളത്തിൻ്റെ അംശം കുറവാട്ടോ, നെയ്യാണ് അതിലിരിക്കുന്നത്. ഇതൊരു 5-10 മിനിറ്റ് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്നൊരു ഐറ്റം അല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ നെയ്യെല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് ഒന്നും കൂടി ഫ്രൈ ആക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പോർക്ക് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.